നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപത്മങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്നുള്ള 16-ാം അധ്യായം നമ്മെ അറിയുന്നതിനും പ്രപഞ്ചത്തെ അറിയുന്നതിനും അധ്യാത്മമാർഗത്തിലൂടെയുള്ള നമ്മുടെ വികാസത്തിൻ്റെ രീതിയും അതിനു വേണ്ടുന്നതായ സംവിധാനങ്ങളും അറിയുന്നതിനും നാം ആദ്യം പഠിക്കേണ്ടത് ദൈവാസുര സമ്പദ് വിഭാഗയോഗമാണ്. ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ വളരെ വിശദമായിട്ട് ദൈവീ സമ്പത്തിൻ്റെ പ്രത്യേകതകളും ആസുരീ സമ്പത്തിൻ്റെ പ്രത്യേകതകളുമെല്ലാം വ്യാസൻ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. അതിൽ ദൈവീ സമ്പത്തിനെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗവ്യവസ്ഥിതി ദാനം ദമശ്ച സ്വാധ്യായ തപ ആർജവം. ഇങ്ങനെ ദൈവീ സമ്പത്തിനെ വ്യാസഭഗവാൻ നമുക്ക് കേൾപ്പിച്ചു തരുന്നു. അതിൽ അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി, അതേപോലെ തന്നെ ദാനം ദമം തുടങ്ങിയവയെല്ലാം യജ്ഞം ഉൾപ്പെടെ നാം ഇതിനകം വ്യാസഭഗവാൻ തന്നെ നമുക്ക് പകർന്നു തന്നതായ മഹാഭാരത കഥകളിലൂടെ നേരിട്ട് കണ്ടുകഴിഞ്ഞു. തപസ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ചർച്ചയുടെ വിഷയം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണ് തപസ്. ഭൗതിക മണ്ഡലങ്ങളിൽ നിരന്തരം പാഞ്ഞു നടക്കുന്ന മനസ്സ് ബാഹ്യമായ കാര്യങ്ങളിൽ അഭിരമിച്ചിട്ട് അവയെല്ലാം സ്വാധീനമാക്കാൻ ശ്രമിച്ച് അവസാനം നിരാശയും തളർച്ചയും ഒക്കെ പൂണ്ട് കഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൗതിക ജഗത്തിൽ വിജയം കൈവരിക്കണമെങ്കിലും അധ്യാത്മ ജഗത്തിൽ വിജയം കൈവരിക്കണമെങ്കിലും വേണ്ടുന്നത് തപസ്സാണ്. വെളിയിൽ പാഞ്ഞു നടക്കുന്ന മനസ്സിനെ അവിടെ നിന്നിട്ട് പിന്തിരിപ്പിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നയിക്കലാണ് തപസ്. അങ്ങനെ ഉള്ളിലേക്ക് നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ അകക്കമ്പായിരിക്കുന്ന പരമാത്മ മണ്ഡലത്തിലേക്ക് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ നാം നയിക്കുമ്പോൾ മനസ്സിൻ്റെ ശക്തികൾ വർദ്ധിക്കുന്നു. മനസ്സിന്, ബുദ്ധിക്ക്, പ്രാണങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതായ കാര്യങ്ങളുടെ പരിധി, കരുത്ത്, പ്രഭാപൂർണത എല്ലാം വർദ്ധിക്കുന്നു. ഈ ലോകത്ത് ആർക്കും മറക്കാനാവാത്തതായ അത്ഭുതകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരെല്ലാം ഇങ്ങനെ തൻ്റെ ബോധമണ്ഡലത്തെ, മനസ്സിനെ വെളിയിൽ പാഞ്ഞു നടക്കാൻ അനുവദിക്കാതെ അവയെല്ലാം ഉള്ളിലേക്ക് നയിച്ചവരാണ്. അതിനാണ് തപസ് എന്ന് പറയുന്നത്. ശാരീരിക ശക്തിയും മാനസികമായ ശക്തിയും ബൗദ്ധികമായ ശക്തിയും വിവിധങ്ങളായ കർമ്മങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുവാനുള്ളതായ സാമർഥ്യവും ഒക്കെ വരുന്നത്
തപസ്സുകൊണ്ടാണ്. അങ്ങനെയുള്ള ആ തപസ്സിൻ്റെ സവിശേഷത നാം മഹാഭാരതത്തിലൂടെ പഠിക്കുന്നു. പല പ്രകാരത്തിലുള്ള ആളുകൾ നിർവഹിക്കുന്നതായ തപസ്സിൻ്റെ കഥകൾ മഹാഭാരതത്തിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മെപ്പോലെ ഒരു വ്യക്തി, അർജുനൻ, നമ്മെപ്പോലെ ആണെങ്കിലും നമ്മെപ്പോലെ മനുഷ്യനാണെങ്കിലും മാനുഷികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നയാളാണെങ്കിലും ഏറെക്കാലത്തെ തപശ്ചര്യ കൊണ്ട്, അത് വീട്ടിൽ അമ്മയുടെ ഉപദേശത്തിൽ നിന്ന് ലഭിച്ചതും ഗുരുനാഥനായ ദ്രോണന്റെ ഉപദേശത്തിൽ നിന്ന് ലഭിച്ചതും ആരോടൊപ്പമാണോ താൻ നിരന്തരം പ്രവർത്തിച്ചു പോകുന്നത് ആ കൃഷ്ണന്റെ ഉപദേശങ്ങൾ കൊണ്ടും സഹവാസം കൊണ്ടും മാതൃക കൊണ്ടും ലഭിച്ചതും ഒക്കെയായിട്ടുള്ള തപോബലം ഉള്ളയാളാണ് അർജുനൻ. എങ്കിലും തപസ്സിന്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. ആ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനിയും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആ മാർഗത്തിലൂടെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴേക്കും അർജുനന് തൻ്റേതായ പന്ഥാവിൽ, ക്ഷത്രിയൻ്റേതായ പന്ഥാവിൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതായ കർത്തവ്യമണ്ഡലത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ, അങ്ങനെ ധർമ്മത്തെ വിജയിപ്പിക്കാൻ വേണ്ടുന്നതായ സിദ്ധിവിശേഷങ്ങൾ വന്നു ചേരും. ആ ഒരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞയാളാണ് അർജുനൻ. വളരെയേറെ ചിട്ടയോടുകൂടിയിട്ടുള്ളതായ ജീവിതക്രമം, അഭ്യാസക്രമം അത് അർജുനനുണ്ട്. ആയുധാഭ്യാസം തപസ്സുകൊണ്ട് മാത്രമേ പ്രകാശപൂർണമായിട്ട് നേടാൻ കഴിയൂ. കഴിഞ്ഞ ദിവസത്തിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. അങ്ങനെ ലഭിച്ച പരിശീലനം മുഴുവൻ അർജുനനെ തപോമയമായ സിദ്ധിവിശേഷത്തിലേക്ക് നയിക്കുന്നതാണ്. അതിൻ്റെ കുറെ കൂടി ഉയർന്നതായൊരു മണ്ഡലത്തിലേക്ക് അർജുനൻ ചെല്ലേണ്ടിയിരിക്കുന്നു. അതാണ് വ്യാസഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞത്. ഭീഷ്മദ്രോണാദികളെയെല്ലാം പരാജയപ്പെടുത്തുവാനുള്ളതായ കരുത്ത് നേടണം. അത് അർജുനന് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മന്ത്രം അങ്ങയെ ഉപദേശിക്കാം. ആ മന്ത്രം സിദ്ധി വരുത്തുക, എന്നിട്ട് അത് യഥായോഗ്യം അർജുനന് നൽകുക. ആ അർജുനൻ ആ മന്ത്രസിദ്ധി വരുത്തി കഴിയുമ്പോഴേക്കും അഭൗമമായ കരുത്തിന്റെ ഉടമയായി തീരും. അതിന്റെ ബലത്താൽ ദേവന്മാരെ മുഴുവൻ അദ്ദേഹത്തിന് തന്റെ വശത്തിലേക്ക് ആനയിക്കാനാകും. അവരുടെ അനുഗ്രഹത്താൽ ദിവ്യായുധങ്ങൾ എല്ലാം അർജുനന് കൈവരും. പിന്നെ ഭീഷ്മദ്രോണാദികളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ദുഷ്കരമായിരിക്കുകയില്ല. അവരെക്കുറിച്ച് ചിന്തിച്ച് അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നതായ ഭയത്തെ അങ്ങ് ഉപേക്ഷിച്ചേക്കുക എന്ന് വ്യാസൻ പറയും നമ്മൾ കേട്ടതാണ്. ആ മന്ത്രവും വ്യാസൻ യുധിഷ്ഠിരന് നൽകി. യുധിഷ്ഠിരനാകട്ടെ ആ മന്ത്രം അർജുനന് യഥാസമയം നൽകി. ആ മന്ത്രത്തെ സിദ്ധി വരുത്തിയിട്ട് അർജുനൻ തന്റെ ജ്യേഷ്ഠന്റെ ഉപദേശമനുസരിച്ച് ജ്യേഷ്ഠന്റെയും സഹോദരന്മാരുടെയും പത്നിയുടെയും എല്ലാം പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് തപസ്സിന് പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ഭാഗ്യം കൊണ്ട് ആരെ കാണുവാൻ ആദ്യം ആഗ്രഹിച്ചുവോ ആ ഇന്ദ്രനെ തന്നെ കാണാൻ കഴിഞ്ഞത്. ആ ഇന്ദ്രന്റെ സന്തോഷം, ഇന്ദ്രന്റെ ആനുകൂല്യം നേടി. ഇന്ദ്രൻ തന്നെ ഉപദേശിച്ചു, നീ ആഗ്രഹിക്കുന്ന പോലെ എന്റെ പക്കലുള്ളതായ ദിവ്യാസ്ത്രങ്ങളൊക്കെ ഞാൻ തരാം. അതിനു മുമ്പ് നീ ശങ്കരശൈലത്തിലെത്തിയിട്ട്, കൈലാസത്തിലെത്തിയിട്ട് ഭഗവാൻ രുദ്രനെ തപസ്സുകൊണ്ട് പ്രസാദിപ്പിക്കണം. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ദേവലോകത്തിലേക്കുള്ളതായ മാർഗം നിനക്ക് തുറന്നു കിട്ടും. അപ്പോൾ എല്ലാ അസ്ത്രങ്ങളും ഞാൻ നിനക്ക് തരും. അദ്ദേഹത്തിൽ നിന്നിട്ട് നിനക്ക് ദിവ്യമായിരിക്കുന്ന പാശുപതം ലഭിക്കും. അങ്ങനെ ഇന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് അർജുനൻ ഭഗവാനെ, ശങ്കരനെ, മഹാദേവനെ സന്തോഷിപ്പിച്ച് പ്രത്യക്ഷമായി കണ്ട് അനുഗ്രഹം നേടുന്നതിന് വേണ്ടിയിട്ട് ഹിമാലയത്തിന്റെ ഉപരിയുള്ളതായ കൊടുമുടികളിലേക്ക് കടന്നു ചെന്നു. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ച നമ്മൾ നിർത്തിയത്.
ഇനി തുടർന്ന് നമ്മൾ 38-ാമത്തെ അധ്യായം വനപർവ്വത്തിൽ അതിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ആരംഭിക്കുന്നത് ജനമേജയൻ ചോദിക്കുന്ന ചോദ്യത്തോട് ഒപ്പമാണ്. വൈശമ്പായനൻ വ്യാസഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് ജനമേജയന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന പ്രകാരത്തിലാണല്ലോ വ്യാസഭാരതം വ്യാസൻ തന്നെ നിബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുന്നു, ഭഗവൻ ശ്രോതുമിച്ഛാമി പാർത്ഥസ്യ അക്ലിഷ്ടകർമ്മണ വിസ്തരേണ കഥാമേതാം യഥാസ്ത്രാണ്യുപലബ്ധവാൻ. അല്ലയോ മഹർഷേ, വ്യാസന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ജനമേജയൻ ഈ ചോദ്യങ്ങൾ വ്യാസന്റെ ശിഷ്യനായ വൈശമ്പായനോട് ചോദിക്കുന്നത്. വ്യാസ നിർദ്ദേശമനുസരിച്ചാണ് വ്യാസൻ പറഞ്ഞുകൊടുത്തതായ വ്യാസൻ നിർമ്മിച്ച മഹാഭാരതത്തെ വൈശമ്പായനൻ ജനമേജയനെ കേൾപ്പിക്കുന്നത്. അങ്ങനെ വൈശമ്പായനോട് ചോദിക്കുന്നു, അല്ലയോ ഭഗവാനെ, ഞാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പിതാമഹനായിരിക്കുന്ന പാർത്ഥൻ, അദ്ദേഹം അത്ഭുതകരങ്ങളായ കർമ്മങ്ങൾ വിജയപ്രദമായി ചെയ്യുന്ന കാര്യത്തിൽ ലോകപ്രസിദ്ധനാണ്. അങ്ങനെയുള്ള അദ്ദേഹം നിശ്ചയമായിട്ടും തപസ്സിനു വേണ്ടി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മഹാത്ഭുതം അദ്ദേഹം വിജയകരമായി ചെയ്തിട്ടുണ്ടാകാം. അദ്ദേഹം എങ്ങനെയാണത് നിർവഹിച്ചത് അത് കേൾക്കുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കഥാമേതാം വിസ്തരേണ, ഈ കഥയെ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കണം. ചുരുക്കി പറഞ്ഞാൽ പോരാ. എങ്ങനെയാണ് അദ്ദേഹത്തിന് ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങൾ ശ്രീ മഹാദേവനിൽ നിന്നിട്ടും അതേപോലെ തന്നെ ഇന്ദ്രനിൽ നിന്നിട്ടും ലഭിച്ചത്, അതെല്ലാം അങ്ങ് എന്നെ പറഞ്ഞു കേൾപ്പിക്കണം എന്ന് ജനമേജയൻ വൈശമ്പായനോട് ചോദിക്കുമ്പോൾ വൈശമ്പായനൻ സന്തോഷത്തോടു കൂടിയിട്ട് ആ കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. കഥയിഷ്യാമി തേ താത കഥാമേതാം മഹാത്മനഃ. പൗരവനായിരിക്കുന്ന പൂരുവംശത്തിൽ പിറന്നവനായിരിക്കുന്ന മഹാത്മാവായിരിക്കുന്ന ഈ അർജുനന്റെ ആ ദിവ്യ പ്രഭാവത്തെ മുഴുവൻ പ്രകടമാക്കുന്ന ഈ കഥയെ ഞാൻ എന്റെ ഗുരുനാഥനായ വ്യാസന്റെ അനുഗ്രഹത്താൽ അങ്ങേ കേൾപ്പിക്കാം. എങ്ങനെയാണ് അർജുനൻ ശ്രീ മഹാദേവനെ കണ്ണുകൾ കൊണ്ട് ദർശിച്ചത്? അദ്ദേഹത്തിന്റെ ഗാത്ര സംസ്പർശം എന്നുള്ളതായ മഹാഭാഗ്യം എങ്ങനെയാണ് അർജുനൻ നേടിയത്? അതെല്ലാം തന്നെ ഞാൻ അങ്ങേ കേൾപ്പിച്ചു തരാം. മഹാദേവനോട് യുദ്ധം ചെയ്യാൻ അർജുനനല്ലാതെ ഈ ലോകത്തിൽ മറ്റേതൊരു മനുഷ്യനാണ് സാധിച്ചിട്ടുള്ളത്? ആർക്കും കരഗതമാകാത്തതായ ദിവ്യമായ ആ അനുഗ്രഹം മഹാദേവന്റെ ആശംസയാൽ അർജുനന് ലഭിച്ചു, അങ്ങയുടെ പിതാമഹന് ലഭിച്ചു. അത് ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ വിസ്തരിച്ച് കേൾപ്പിക്കുകയാണ്. ത്വരയാ പരയായുക്ത തപസേ ധൃതനിശ്ചയ. തപസ്സെന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയും. എന്തുകൊണ്ടെന്നാൽ മനസ്സിന്റെ നിയന്ത്രണമാണ് തപസ്. എന്നിട്ട് മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കലാണ് തപസ്. മനസ്സ് ഒരിക്കലും നിയന്ത്രണത്തിൽ നിൽക്കാത്തതായ ഒരു ഉപകരണവുമാണ്. അതിനെ നിയന്ത്രിക്കേണ്ടതും മനസ്സുകൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളതായ ആ കർമ്മം സാധാരണ ലോകത്തിൽ ഏവർക്കും ദുഷ്കരമാണ്. പക്ഷേ ദൈവീ സമ്പത്ത് ആർക്കാണോ ഉള്ളത് അവർക്കത് സാധിക്കും. അതാണ് തപസ്. ദൈവീ സമ്പത്താണ്. മനസ്സത്ര കണ്ട് ശാന്തമായിട്ടുള്ള ആളുകൾ, യമവും നിയമവും ഒക്കെ നേടിയ ആളുകൾ, അവർക്കേ സാധിക്കുള്ളൂ. അർജുനൻ ദൃഢമായ നിശ്ചയത്തോടുകൂടിയിട്ട് തപസ് ചെയ്യാനായി വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ഭക്തിയോടുകൂടിയിട്ട് തിടുക്കത്തോടുകൂടിയിട്ട് എത്രയും വേഗം ഭഗവാനെ കാണണം, ഭഗവാനെ പ്രസാദിപ്പിക്കണം, ഭഗവാന്റെ അനുഗ്രഹം നേടണം. എന്തുകൊണ്ടെന്നാൽ കാട്ടിനുള്ളില് തന്റെ സഹോദരങ്ങളും പത്നിയും തങ്ങളെ വിശ്വസിച്ച് ഇങ്ങോട്ട് തങ്ങളോടൊപ്പം കടന്നു വന്ന മഹനീയ പ്രകൃതികളായിരിക്കുന്ന നാട്ടുകാരും ഒക്കെയുണ്ട്. എത്രയും വേഗം അവരുടെ സമീപത്തേക്ക് തനിക്ക് മടങ്ങിച്ചെല്ലേണ്ടതുണ്ട്. വളരെയേറെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ തിടുക്കം പൂണ്ട്
തപസ് ചെയ്യുവാൻ പറ്റിയ ഉചിതമായിട്ടുള്ള സ്ഥാനത്തേക്ക്, ആ ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അർജുനൻ വേഗത്തിൽ കടന്നു ചെല്ലുകയാണ്.